ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ചത് തന്റെ തീരുമാനമായിരുന്നില്ലെന്നും പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നുവെന്നും ആനി രാജ പറഞ്ഞത് സിപിഐക്കുള്ളിൽ പുകയുന്നുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ മുഖത്തേറ്റ അടിയാണ് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ആനി രാജ നടത്തിയ ഏറ്റുപറച്ചിൽ. ഇത് വരാനിരിക്കുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ പാർട്ടിയെ നന്നേ ബാധിക്കുമെന്ന് ഉറപ്പാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണിയിലുണ്ടായിരുന്ന ആനി രാജയെ രാഹുലിനെതിരെ നിർത്തിയത് ജയിക്കുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ലാതെയാണ്. വയനാട്ടിൽ രാഹുലിന് 5% വോട്ട് കുറഞ്ഞപ്പോൾ BJPക്ക് 6% കൂടുകയാണ് ചെയ്തത്. രണ്ടാം സ്ഥാനത്ത് വന്ന CPI സ്ഥാനാർത്ഥിക്ക് 1% വോട്ടാണ് കൂടിയത്. രാഹുൽ 6.47 ലക്ഷം വോട്ട് നേടിയപ്പോൾ ആനി രാജ 2.83 ലക്ഷം സ്വന്തമാക്കി. ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന് ദോഷം ചെയ്തുവെന്നാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം കരുതുന്നത്. പാർട്ടി പ്രതിപക്ഷ ഐക്യം പ്രസംഗിക്കുന്ന കാലത്ത് ദേശീയ നേതാവ് ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കിയത് രാഷ്ട്രീയ യുക്തിക്ക് ചേരാത്തതായിരുന്നു എന്ന അഭിപ്രായം തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തുന്ന CPI ദേശീയ നിർവാഹക സമിതിയിലും ദേശീയ കൗൺസിലിലും ഉയർന്നു. മുതിർന്ന പാർട്ടി നേതാവ് രാഹുലിനെതിരെ മത്സരിക്കുന്നതിൽ തനിക്കുള്ള ആശയപരമായ വിയോജിപ്പ് വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആനി രാജ കത്തയച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പഞ്ചാബിലെ പാർട്ടി നേതാക്കളിൽ നിന്നാണ് ആനിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായ ഏറ്റവും വലിയ വിമർശനമുണ്ടായത്. ബീഹാറിലും ഉത്തർപ്രദേശിലും നിന്നുമുള്ള നേതാക്കളും ഇക്കാര്യത്തിൽ നേതൃത്വത്തെ വിമർശിച്ചു. പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ കേന്ദ്ര കമ്മിറ്റിക്ക് ഇടപെടാമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ സംസ്ഥാന ഘടകം കുറ്റമേറ്റെടുക്കാൻ വിസമ്മതിക്കുന്നുമുണ്ട്. 3 ജില്ലാ കമ്മിറ്റികൾ ആനി രാജയുടെ പേര് ആദ്യ പരിഗണനയായി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റി അവരുടെ പേര് മുന്നോട്ട് വെച്ചത്. അന്ന് ലഭ്യമായ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അവരായിരുന്നുവെന്നും കേരളത്തിലെ നേതാക്കൾ പറയുന്നു. ഇനി കാണേണ്ടത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ആരെയാണ് CPI സ്ഥാനാർത്ഥിയാകുക എന്നാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രമുഖരായ ആരെയും സ്ഥാനാർത്ഥിയാക്കിയാൽ ഉറപ്പായും അത് ഡൽഹിയിലെ ഇന്ത്യ മുന്നണി സമവാക്യങ്ങളെ ബാധിക്കും. ദുർബലരായ ആരെയെങ്കിലുമാണ് നിർത്തുന്നതെങ്കിൽ സൗഹൃദ മത്സരമെന്ന BJPയുടെ വാക്കുകൾ കേൾക്കേണ്ടിയും വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയം CPIക്ക് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കിയത് CPIയുടെ കേന്ദ്രത്തിലെയും കേരളത്തിലെയും നേതൃത്വങ്ങൾക്കിടയിൽ പുതിയ തർക്കം ഉടലെടുക്കാനാണ് സാധ്യത കാണുന്നത്. ആനി രാജയെ പോലൊരു ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് ശരിയായില്ല എന്ന വിമർശനമാണ് ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലും ശേഷം ദേശീയ കൗൺസിൽ യോഗത്തിലും ഉണ്ടായത്. വിവേകമില്ലാത്ത തീരുമാനം BJPക്ക് പരിഹസിക്കാൻ പഴുതൊരുക്കുന്നു എന്നതായിരുന്നു വിമർശനമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇനി നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കൾ ആരും പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കാൻ എത്തില്ല എന്നും ഉറപ്പായി. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇനി ആരെ മത്സരിപ്പിക്കുമെന്ന ചർച്ച CPI തുടങ്ങിക്കഴിഞ്ഞു. പ്രിയങ്കയ്ക്കെതിരെ ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ വോട്ട് ഗണ്യമായി കുറയും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ BJP അത് ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് മലബാറിൽ നിന്നുള്ള പാർട്ടിയിലെ പ്രധാന വ്യക്തിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. സ്വതന്ത്രനെ നിർത്താനും ആലോചനകളുണ്ട്. വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിച്ചത് തന്റെ തീരുമാനമായിരുന്നില്ല എന്നും പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നുവെന്നും ആനി രാജ ദേശീയ എക്സിക്യൂട്ടീവിൽ തുറന്നു പറഞ്ഞപ്പോൾ പ്രതിക്കൂട്ടിലായത് CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വമാണ്. അങ്ങനെ തന്റെ രാഷ്ട്രീയ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ മുൻകൂട്ടി ധരിപ്പിച്ചെന്ന് ആനി രാജ വ്യക്തമാക്കി ഒഴിഞ്ഞുമാറുന്നു. രാഹുലിനെതിരെ മത്സരിക്കരുതെന്ന അഭിപ്രായമുണ്ടായിരുന്നെന്നും അത് രേഖാമൂലം ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ കേരള നേതൃത്വത്തിന്റെ ആവശ്യം ഉൾക്കൊള്ളുകയായിരുന്നുവെന്നുമാണ് ആനി രാജ പറഞ്ഞത്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കെതിരെ CPI മത്സരിക്കരുതെന്ന നിലയിലേക്ക് ചർച്ചയെ വഴിതിരിച്ചുവിടാൻ ആനി രാജയുടെ ഇടപെടലിന് കഴിയുമെന്ന ആശങ്കയുമുണ്ട് ഇപ്പോൾ. അതേസമയം വിമർശിക്കുന്നവർ കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിയാത്തവരാണെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. CPIക്ക് ഇത്തവണ ലഭിച്ച 31 ലക്ഷം വോട്ടുകളിൽ 2.5 ലക്ഷം വയനാട്ടിൽ നിന്നാണ്. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മുഖ്യ ഏറ്റുമുട്ടൽ. അവിടെ മത്സരിക്കാതെ പിന്മാറാനാകില്ലെന്നതാണ് CPI സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട്. CPI മത്സരിച്ചില്ലെങ്കിൽ CPM സീറ്റ് ഏറ്റെടുക്കുകയും ചെയ്യും.
അങ്ങനെ CPIക്ക് മുൻപിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പ് വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. അതേസമയം ശക്തമായ ഇടത് സ്ഥാനാർത്ഥിയില്ലായിരുന്നെങ്കിൽ BJPക്ക് കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നെന്ന് കേരള നേതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന തീരുമാനത്തിൽ വിയോജിപ്പ് അറിയിച്ച് CPI നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു എന്ന റിപ്പോർട്ട് നിഷേധിക്കാതെ ആനി രാജയും ചർച്ചയ്ക്ക് പുതിയ മാനങ്ങൾ നൽകുകയാണ് ഉണ്ടായത്.